എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 22. അതോടൊപ്പം അഡ്മിഷൻ ഷെഡ്യൂളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PGയെക്കുറിച്ച് നിരവധി വിദ്യാർത്ഥികൾ അപ്ഡേറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ PG പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇനി മുതലുള്ള അറിയിപ്പുകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ PGയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ എത്തിക്കുക. അപ്പോൾ PG സ്റ്റുഡൻസ് ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചെയ്യാം. എൻ്റെ പേര് സ്കറിയ എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. നിങ്ങൾക്ക് PGയുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് എത്തിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി, അത് കേരള സർവകലാശാലയിൽ PG അഫിലേറ്റഡ്, PG മീൻസ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്ക്, ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ PGക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും രീതിയിലുള്ള കറക്ഷൻസ്, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? ആപ്ലിക്കേഷൻ എഡിറ്റിങ്ങിന് ജൂലൈ 22 നാളെ വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സമയമുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ടി വരില്ല. പക്ഷേ അതേസമയം നിങ്ങൾ ഈ അവസരം വിനിയോഗപ്പെടുത്താതെ നിങ്ങൾ എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിലേക്ക് പോകുകയാണെങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ കറക്ഷൻ ഫീ അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ അപേക്ഷയിലെ വിവരങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 22 നാളെയാണെന്ന് വിദ്യാർത്ഥി ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ PGയുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ഷെഡ്യൂളും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എന്തിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ എന്നീ തുടങ്ങിയ വിവരങ്ങളൊക്കെ അടങ്ങിയതാണ് അഡ്മിഷൻ ഷെഡ്യൂൾ. അത് നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ 2024 എന്ന ലിങ്ക് അവിടെ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലും PGയുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കേരള സർവകലാശാലയിൽ, അതായത് കേരള കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള PG കോളേജുകളിലേക്ക്, ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ഒക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷേ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ കറക്ഷൻ മാത്രമല്ല, ന്യൂ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ, നിങ്ങൾ മുന്നേ വെച്ചിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കളയാനും പുതിയ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാലും നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ അവസരം വിനിയോഗിച്ചു കൊടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ PGയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സംശയങ്ങൾക്കും ഇനി ഈ ചാനലിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി കമൻറ്റായിട്ട് എനിക്ക് കൃത്യമായിട്ട് മറുപടി തരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് കമൻറ്റ്സ് നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനൽ 1ാം ക്ലാസ് മുതൽ 1 to 9, പിന്നെ SLC +1 +2 ഡിഗ്രി PG ഇപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ വരും. അപ്പോൾ കമൻറ്റുകൾ നമുക്ക് മറുപടി തരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങൾ നമ്മളൊരു വീഡിയോ തന്നെയായിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉദാഹരണത്തിനോട് +1 സെക്കൻഡ് ട്രാൻസ്ഫറെ കുറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഒന്നിച്ചുള്ള മറുപടി എന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ PGയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.